എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കഴക്കൂട്ടത്ത് നിന്നുള്ള BJPയുടെ MLA ആയിട്ടുള്ള ശ്രീ വി മുരളീധരൻ്റെ ജാതീയത. കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം കയ്യിലേക്ക് മധുരം വെച്ച് കൊടുക്കുന്നതിന് പകരം ഒരു പാക്കറ്റ് പൊട്ടിച്ച് ആ മിഠായികൾ മുഴുവനും ആ ഡെസ്കിൽ വിതറിക്കൊടുത്തു. അതല്ലാതെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ തടഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ജാതീയതയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ നറേറ്റീവ്. ഈ നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇടതുപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് തന്നെ ശ്രീ വി മുരളീധരനോട് പരാജയപ്പെട്ട CPMൻ്റെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ നേമത്ത് നിന്ന് പരാജയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ശ്രീ വി ശിവൻകുട്ടി തുടങ്ങിയ ആൾക്കാരുണ്ട്. സത്യത്തിൽ ഇത് ശ്രീ വി മുരളീധരൻ്റെ ജാതീയതയാണോ കാണിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഒന്നാമത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് താൻ ഇങ്ങനെ ഈ മിഠായിയുടെ കവർ പൊട്ടിച്ച് ആ മിഠായി മുഴുവനും ആ ഡെസ്കിൽ വിതറി കുട്ടികളോട് അത് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ശ്രീ മുരളീധരൻ്റെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിൽ വെച്ചല്ലേ മിഠായി കൊടുക്കേണ്ടത്, അതങ്ങനെ ഡെസ്കിൽ പൊട്ടിച്ചിട്ടാണോ കൊടുക്കേണ്ടത് എന്നതൊക്കെ തന്നെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് നിൽക്കുമ്പോൾ തന്നെ അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതീയതയാണ് എന്നുള്ളത് ഒരു അതിവായനയാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വ്യക്തിപരം എന്ന് ഞാൻ പറയുന്നതിന് കാരണം ശ്രീ വി മുരളീധരനെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, അതല്ലാതെ തന്നെ അദ്ദേഹത്തിനെ ദീർഘകാലമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ അയൽപ്പക്കത്ത് നിന്നാണ്. അദ്ദേഹം രാഷ്ട്രീയ നേതാവായി അറിയപ്പെടുന്നതിന് മുൻപ് തന്നെ മറ്റ് പല ചുമതലകളിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് അറിയാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലോ രാഷ്ട്രീയ ജീവിതത്തിലോ ഏതെങ്കിലും സമയത്ത് അദ്ദേഹം ജാതീയത പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇൻസ്റ്റൻസും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. മറ്റാരെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ജാതിബോധമാണ്, ജാതീയതയാണ് എന്നൊക്കെ പറയുന്നത് അല്പം കടന്ന കൈയാണ്, അതിവായനയാണ്, രാഷ്ട്രീയമായി അനാവശ്യമായിട്ടുള്ള വിവാദമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജാതീയത, മറ്റാരെങ്കിലും തന്നെക്കാൾ കുറഞ്ഞവരാണ് എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിനെ നയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രവേശനോത്സവത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കാമായിരുന്നു. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നിശ്ചയമായും പറയാമായിരുന്നു, തനിക്ക് അന്നേ ദിവസം മറ്റ് ചില തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ആ ചടങ്ങിനെ ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. പകരം അദ്ദേഹം അവിടെ ചെന്നു. കുട്ടികളോട് വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അവിടെ ഇൻ്ററാക്ട് ചെയ്യുന്നത്. ഈ മിഠായി അവർക്ക് കൊടുക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ചിരിച്ച് അവരോട് ഇൻ്ററാക്ട് ചെയ്യുന്നത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ജാതീയത പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രകടനവും അവിടെ ഇല്ലാതിരുന്നിട്ടും അങ്ങനെ ഒരു വിഷയം, ഒരു വിവാദം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളെ പോലും അതിനുപയോഗിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു മര്യാദകേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി അഥവാ ശ്രീ വി മുരളീധരൻ അങ്ങനെ ജാതീയത ഏതെങ്കിലും സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുന്നയാളായിരുന്നുവെങ്കിൽ മുൻപ് ഏതൊക്കെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജാതീയത മറനീക്കി പുറത്തു വന്നിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പറയുന്നതിനും ഈ വിമർശിക്കുന്ന ആൾക്കാർ ബാധ്യസ്ഥരാണ്. കാരണം അദ്ദേഹം സുദീർഘമായിട്ടുള്ള കാലയളവിൽ രാഷ്ട്രീയ രംഗത്തുണ്ട്, പൊതു പ്രവർത്തന രംഗത്തുണ്ട്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പല മേഖലകളിലും പാർട്ടിയുടെ രീതിയിലാണെങ്കിലും ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഇരുന്നിട്ടുള്ളയാളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ SC/ST വിഭാഗക്കാരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാതീയത, ഒരു വിദ്വേഷം അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് അത് സമർത്ഥിക്കാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ശ്രീ വി മുരളീധരൻ ഏതാണ്ട് 10-11 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ BJPയുടെ അധ്യക്ഷനായിരുന്ന സമയത്താണ് ഇവിടെ നിന്നുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ള നിരവധി ആൾക്കാരെ കേന്ദ്ര BJPയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ അമിത് ഷായുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. അതിൽ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് സംഘടനകളിൽപ്പെടുന്ന പല നേതാക്കന്മാരെയും അന്ന് ആ മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം കൊണ്ടുപോയിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിന്റുകൾ എന്ന് പറയുന്നത് തന്നെ ഒന്നാമത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കേരളത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള വിവേചനം ഇപ്പോഴും തുടരുന്നു എന്നുള്ള ഒരു ആശങ്ക കേന്ദ്രത്തിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്, ഇവിടെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നിയമപരമായി അവകാശമുള്ള അവരുടെ സംവരണം, അതിനെതിരെ ഉണ്ടാകുന്ന പല ചാലഞ്ചുകളെക്കുറിച്ച് കേന്ദ്രത്തിനെ ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ KPMS ഉൾപ്പെടെയുള്ള പല സംഘടനകളുടെയും ആൾക്കാർ അന്നത്തെ ആ ഡെലഗേഷൻ്റെ ഭാഗമായിരുന്നു. ആ ഡെലഗേഷൻ അവിടെ സാധ്യമായത് തന്നെ ശ്രീ വി മുരളീധരൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെലഗേഷൻ ഡൽഹിയിൽ വെച്ച് ശ്രീ അമിത് ഷായെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് BJP ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യവുമാണ്.
അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേന്ദ്രത്തിലുള്ള BJP നേതാക്കളെ ധരിപ്പിക്കുന്നതിനും അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി അവരെ മനസ്സിലാക്കിപ്പിക്കുന്നതിനും രാഷ്ട്രീയം നോക്കാതെ ഇവിടെയുള്ള പല ഷെഡ്യൂൾഡ് കാസ്റ്റ് സംഘടനകളുടെയും നേതാക്കന്മാരെ ഡൽഹിയിലെത്തിച്ച് അങ്ങനെ ഒരു ചർച്ച സാധ്യമാക്കിയ ആളെക്കുറിച്ചാണ് അടിമകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലത്തേക്ക് പ്രാകൃതമായ തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തു നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നിയത്. അയിത്തം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് മാത്രമേ ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷൻ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഡിമാൻഡ് കൂടി അന്ന് ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അയിത്തം അഥവാ അൺടച്ചബിലിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത, അതൊരു സോഷ്യൽ ഈവിളാണ് എന്നറിയാത്ത ഒരാളാണ് ശ്രീ വി മുരളീധരൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് വാദിക്കുകയും അങ്ങനെ വാദിക്കുന്ന ആൾക്കാർക്ക് അത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയും ചെയ്തിരുന്ന നേതാവാണ് അദ്ദേഹമെന്ന് ഈ വിമർശിക്കുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതേ തുടർന്ന് ഇതിനെ ഒരു രാഷ്ട്രീയമായ വിഷയമാക്കിക്കൊണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ശ്രീ വി ശിവൻകുട്ടിയും കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സന്ദർശനം നടത്തി. അവർ സന്ദർശിക്കുന്ന സമയത്ത് അവരും മധുരവുമായിട്ടാണ് അവിടെ എത്തുന്നത്. എന്നാൽ സ്കൂൾ സമയത്ത് കുട്ടികളെ കാണാനായിട്ട് അനുവദിക്കില്ല എന്ന് സ്കൂളിൻ്റെ അധികൃതർ പറഞ്ഞതുകൊണ്ട് കുട്ടികളെ കാണാതെ ഈ കൊണ്ടുവന്നിരുന്ന മധുരം അവിടെയുള്ള അധികൃതരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് മടങ്ങേണ്ടിയും വന്നു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവാദത്തിന് വേണ്ടി കുട്ടികളെ കാണാൻ പോലും ഈ രണ്ട് നേതാക്കന്മാരും തയ്യാറായില്ല. അത് അവരുടെ ഉള്ളിലെ ജാതീയതയാണ് കാണിക്കുന്നത് എന്ന് ആരെങ്കിലും ഒരു നറേറ്റീവ് ഇറക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അർത്ഥശൂന്യമായിരിക്കുമോ അതേപോലെ തന്നെയാണ് ശ്രീ വി മുരളീധരനെതിരെയും ജാതീയത ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനെ രാഷ്ട്രീയമായും സാമൂഹ്യമായും തന്നെ ഉപയോഗിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ശ്രീ വി മുരളീധരൻ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള സവർണ മാടമ്പിയൊന്നുമല്ല. അദ്ദേഹം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. OBC വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ശ്രീ വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ നേരിടുന്ന സാമൂഹ്യമായിട്ടുള്ള വിവേചനം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിവുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീ വി മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ജാതീയതയൊക്കെ ഉണ്ടാകും എന്ന നറേറ്റീവ് പോലും നേരത്തെ പറഞ്ഞതുപോലെ നിലനിൽക്കുന്നതല്ല എന്നെങ്കിലും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ അനാവശ്യമായി ജാതീയത കൊണ്ടുവന്ന്, അനാവശ്യമായിട്ടുള്ള ജാതി വിവേചനം കൊണ്ടുവന്ന് ഈ പറയുന്നത് പോലെ ഇല്ലാ കഥകളൊക്കെ തന്നെ മെനഞ്ഞുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി ചെറിയ കുട്ടികളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. രാഷ്ട്രീയമായിട്ട് ആൾക്കാരെ എതിർക്കുന്നതിന് വേണ്ടി, അവരെ നയപരമായി എതിർക്കുന്നതിന് വേണ്ടി നിരവധി മാർഗങ്ങളുള്ളപ്പോൾ അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു സന്ദർഭത്തെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ജാതീയതയൊക്കെ കണ്ടെത്തുക, അതിനെ ഒരു വിവാദമാക്കുക എന്ന് പറയുന്നത് മര്യാദകേടാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.